മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ റീത്താമ്മ ആൻ്റപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാണ്, നിൻ്റെ സാബിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകത്തില്ല, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം റീത്താമ്മ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് റീത്താമ്മ പോകുന്നത്. അപ്പം ആൻ്റപ്പനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അലീനയ്ക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമാവുന്നുണ്ട്. അതിനുശേഷം അലീന ഔതക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. അപ്പം ഔതക്കുട്ടി പറയുന്നുണ്ട്, മോളുടെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ കേടലായിട്ട് വല്ല വഴക്കുണ്ടായോ, ലാലിച്ച നിന്നെ വല്ലതും പറഞ്ഞോ എന്നൊക്കെ ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്. ഇല്ല വല്യപ്പച്ച, ഇവിടെ വേറൊരു പ്രശ്നമുണ്ടായി. ഇന്ന് ഇവിടെ ഒരാൾ വന്ന്. അപ്പം ആരാ മോളെ അവിടെ വന്നതെന്ന് ചോദിക്കണം. അവിടെ അങ്ങനെ ആരും വരാറില്ലല്ലോ, ആരാ വന്നതെന്ന് ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്. അത് റീത്താമ്മയെന്ന് പറയുന്ന ഒരാളാണ് വന്നത്, കൂടെ ടെസ്സയും വന്നെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഔതക്കുട്ടി പറയാണ്, അവൾ എന്തിനവിടെ വന്നത്, അവൾ വരുമ്പോഴേ വലിയ പ്രശ്നമാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഇവിടുത്തെ കേണൽ സാബിൻ്റെ വൈഫിൻ്റെ ചേച്ചിയെന്നാണ് പറഞ്ഞത്. അതൊക്കെ ശരി തന്നെ, മോളെ വല്ലതും പറഞ്ഞോന്ന് ചോദിക്കുകയാണ്. എൻ്റെ അടുത്ത് 3 മാസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവുമെന്നൊക്കെ എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടാണ് പോയെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഔതക്കുട്ടി പറയുന്നുണ്ട്, അവളാരാ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഓർഡർ ചെയ്യാൻ, അവളെ ആ വീട്ടിലോട്ട് കയറ്റേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഔതക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച അങ്ങനെ പറഞ്ഞാലും റീത്താമ്മ പറഞ്ഞത് ശരിയല്ലേ, ഞാൻ ഈ വീട്ടിൽ നിൽക്കേണ്ടവളല്ലല്ലോ. അപ്പം ഇത് കേൾക്കുമ്പോൾ ഔതക്കുട്ടി പറയുന്നുണ്ട്, അവളാണോ തീരുമാനിക്കുന്നത് ആ വീട്ടിൽ ആര് നിൽക്കണം വേണ്ടാന്ന്, അവൾ എന്നൊക്കെ ലാലിച്ചനെ കാണാൻ വന്നിട്ടുണ്ടോ, അന്നെല്ലാം പ്രശ്നങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, അവൻ്റെ കുടുംബം ജീവിതം നശിപ്പിച്ചതിൽ ഒരു പ്രധാന കാരണം അവളാണെന്ന് പറയുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, അത് പപ്പയും പറഞ്ഞായിരുന്നു, റീത്താമ്മയാണ് അവരുടെ ജീവിതം നശിപ്പിച്ചതെന്ന്. അപ്പം പറഞ്ഞത് സത്യം മോളെ, അവൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിൽ പ്രധാന കാരണം അവളാണ്, ആ റീത്താമ്മ. അവൾ എപ്പോൾ ആ വീട്ടിൽ കയറിയിട്ടുണ്ടോ അന്ന് പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, അവളെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ ഔതക്കുട്ടി പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ പപ്പയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പപ്പയ്ക്ക് പ്രശ്നങ്ങളൊന്നും പിന്നെ ഉണ്ടാവത്തില്ല, അവരെല്ലാം ഒന്നിച്ച് ജീവിക്കട്ടെ, അതല്ലേ നല്ലത് എന്ന് പറയാണ്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ തയ്യാറാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഔതക്കുട്ടി പറയാണ്, നീ ആ വീട്ടിൽ നിന്ന് പോകേണ്ട ആവശ്യം എന്താണ്, നീ ലാലിച്ചൻ്റെ മകളാണ്, നീ ലാലിച്ചൻ്റെ മകളാണെങ്കിൽ ആ വീട്ടിൽ തന്നെ താമസിക്കണം. റീത്തമ്മ പറയുന്നത് കേട്ട് മോള് പോകാനായിട്ടാണ് ഇരിക്കുന്നത്, അവനെ തോൽപ്പിക്കാനാണോ നീ തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയാണ്, ആരെയും തോൽപ്പിക്കുന്നതും ജയിക്കുന്നതും അല്ല വല്യപ്പച്ച കാര്യം, ഞാൻ കാരണം പപ്പയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവല്ലേ, പപ്പയുടെ കുടുംബം നശിച്ചു പോവല്ലേ, ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നോളെന്ന് അലീന പറയാണ്. അപ്പോൾ ഔതക്കുട്ടി പറയുന്നുണ്ട്, നീ ഇതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട, അതെല്ലാം ലാലിച്ച നോക്കിക്കോളും, റീത്തമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതിനുള്ള മറുപടി ഒക്കെ ലാലിച്ചൻ കൊടുത്തോളും, മോൾ അവിടെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരുന്നാൽ മതിയെന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ സമാധാനിപ്പിച്ചതിന് ശേഷം ഔതക്കുട്ടി ഫോൺ വെക്കുന്നുണ്ട്. അപ്പോഴും അലീന ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, താൻ കാരണം പപ്പയുടെ ജീവിതം നശിച്ചു പോവുമോ, റീത്താമ്മ തന്നോട് 90 ദിവസത്തിനകം അവിടുന്ന് പോകണമെന്ന് പറഞ്ഞേക്കുന്നത്, അതിനുശേഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും അലീന ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. ടെസ്സിയൊന്നും നന്നായിട്ട് കാണാൻ പോലും പറ്റിയില്ല, ഒന്ന് സംസാരിക്കാൻ പറ്റില്ല, അതിൻ്റെയൊക്കെ വിഷമവും ഉണ്ട്. അങ്ങനെ പോകുന്നതിനെക്കുറിച്ച് അലീന ചിന്തിക്കുകയാണ്, നല്ല വിഷമത്തോടെയൊക്കെയാണ് ഇത് ആലോചിക്കുന്നത്. ഈ സമയത്ത് ബബിത വീണ്ടും ഓരോ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിയാണ്. ഇത്രയും നാൾ മുടിയനായിട്ട് വലിയ സംസാരമൊന്നും ഇല്ലായിരുന്നു. അപ്പം മുടിയനെ വിളിക്കുകയാണ്. അങ്ങനെ മുടിയൻ ഫോൺ എടുക്കുമ്പം ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും ദിവസം ഞാൻ നിന്നെ വിളിച്ചു, മെസ്സേജ് അയച്ചു, എന്നിട്ട് ഞാൻ വിളിക്കുന്നതിനൊന്നും ഒരു റിപ്ലൈ ഇല്ല, നീ എന്താ എന്നെ ഒഴിവാക്കാൻ നോക്കുവാണോ എന്ന് ബബിത ഭയങ്കര സങ്കടത്തോടും ദേഷ്യത്തോടും ചോദിക്കുന്നുണ്ട്. അപ്പം മുടിയൻ പറയുന്നുണ്ട്, അങ്ങനൊന്നും അല്ല, ഞാൻ തിരക്കില്ല, അല്ലാതെ നിന്നെ ഒഴിവാക്കാനൊന്നും അല്ലെന്ന് അമൽ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ബബിത പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ തിരക്കൊക്കെ, ഇനി എന്നെ ഒഴിവാക്കാനാണ് നിൻ്റെ ശ്രമമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മുടിയൻ വീണ്ടും പറയുന്നുണ്ട്, ഞാനിപ്പോൾ തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാൻ, നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം എന്നും പറഞ്ഞങ്ങ് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം അമലിങ്ങനെ ആലോചിക്കുകയാണ്, നാശം ഇവൾ പിന്നെയും വിളിച്ചല്ലോ, ഇവളെ ഒഴിവാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ അമലിങ്ങനെ വിചാരിക്കുകയാണ്. ഈ സമയത്ത് ഫോൺ വെച്ച് ബബിതയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെയൊക്കെ കരയുന്നുണ്ട്. ആഹാ, ഇവൻ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്, അങ്ങനെ എന്നെ ഒഴിവാക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കേണ്ട, നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ ബബിത വിചാരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ബബിത ഓരോരോ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിയാണ്. ഇത്രയും നാളും അലീനയുടെ കാവലുകൊണ്ട് ബബിത പ്രശ്നത്തിലൊന്നും ചാടാതെ നന്നായി പൊയ്ക്കൊണ്ടിരുന്നതാണ്. വൈജ വന്നതോടെ എല്ലാവർക്കും അവരോട് സ്വന്തം കാര്യം നോക്കി മുറിയിലിരിക്കാനും തുടങ്ങി. അവരുടെ ഒന്നും കാര്യത്തിൽ വൈജ ഇടപെടാതിരിക്കുന്നതോടെ ബബിത വീണ്ടും പുതിയ പുതിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ കുളത്തൂപ്പുഴയിൽ ആൻ്റപ്പൻ്റെ അടുത്ത് വന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്,
ആൻ്റെപ്പ ഇനി ഈ ഗേറ്റ് കടന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ എന്നെ അറിയിച്ചിട്ട് മാത്രമേ കയറ്റാവൂ. പ്രത്യേകിച്ച് ആ റീത്താമ്മയും കൂട്ടരെ ഇങ്ങോട്ട് കയറ്റി പോലും ചെയ്യല്ലേ എന്ന് പറയാണ്. എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ ആരെങ്കിലും കയറ്റിയ ആൻ്റെപ്പ എൻ്റെ സ്വഭാവം അറിയാലേ. അതേപോലെ എൻ്റെ മോക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. എൻ്റെ മോളെ വിഷമിപ്പിക്കുന്ന ആരെങ്കിലും ഈ പടി കടന്ന് വന്നു കഴിഞ്ഞാൽ അന്നേരം എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ കേണൽ പറയുന്നുണ്ട് ആൻ്റപ്പൻ്റെ അടുത്ത്. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം സാബ്, ഇനി ആരും വരാതെ നോക്കിക്കോളാം. അതുമാത്രമല്ല, ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അനുവാദമില്ലാതെ ഈ പടി കടക്കല്ലെന്നൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട്. ഇനിയും പലരും വരും, ഈ പ്രശ്നത്തിൻ്റെ വാല് പിടിച്ച് പലരും ഈ പടി കടന്ന് വരും. അവരെയൊന്നും എൻ്റെ അനുവാദമില്ലാതെ ഈ പടി കയറ്റലെന്നൊക്കെ സ്റ്റാൻലി മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ആൻ്റപ്പൻ. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഞാൻ അതുപോലെ ചെയ്തോളാം സാബ് എന്നൊക്കെ പറയുന്നുണ്ട് ആൻ്റപ്പൻ. അങ്ങനെ ഇത്രയും പറഞ്ഞ് സ്റ്റാൻലി അങ്ങ് കയറി പോവുകയാണ്. അപ്പം ആൻ്റപ്പൻ ഇങ്ങനെ ഒരു വിഷമിച്ച് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കൃഷ്ണമോളാണെങ്കിൽ സ്കൂളിൽ വിട്ട് വരികയാണ്. സ്കൂളിൽ വിട്ട് വരുന്ന വഴിയിൽ വെച്ച് 2-3 ആൺപിള്ളേരെ കമൻ്റ് അടിക്കുന്നുണ്ട്. അപ്പം കൃഷ്ണയാണെങ്കിൽ തിരിഞ്ഞ് നിൽക്കുകയാണ് അവരോട് വഴക്കുണ്ടാക്കാൻ.